ആലത്തൂർ സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അവിടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ചെന്താമരയെ ചോദ്യം ചെയ്യുന്ന ദൃശ്യങ്ങളാണ്. ചെന്താമര വളരെ 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 നിർവികാരനായി വളരെ കൂളായിട്ട് ഒരു പ്രശ്നവും സംഭവിച്ചില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ശരീരചലനങ്ങൾ, കൈയുടെ ചലനം അല്ലെങ്കിൽ മുഖം ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വേറെ ഒന്നും സാധാരണ എന്തോ ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നത് പോലെ അദ്ദേഹം കാര്യം പോലീസിനോട് ഈ ചെന്താമര സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ പോലീസ് ആളുകളുടെ, മാധ്യമപ്രവർത്തകരുടെയും ജനങ്ങളുടെയൊക്കെ ഒരു വലിയ ആവശ്യം വന്നപ്പോൾ പെട്ടെന്ന് പോലീസ് ഇയാളെ മുന്നിൽ കൊണ്ടുപോയി നിർത്തുമ്പോഴും അയാൾക്ക് യാതൊരു കൂസലുമില്ല. താൻ ഇങ്ങനെ ഒരു വലിയ ക്രൂരമായ കൊലപാതകം നടത്തിയ ആളാണെന്നുള്ള ഒരു ഭാവമില്ല. അപ്പോൾ ഇനിയും ചെയ്യണം എന്നൊരു മനസ്സുമായി നിൽക്കുന്ന കുറ്റവാളിയായിട്ട് തന്നെ ഇയാളെ കണക്കാക്കാൻ കഴിയും. എനിക്ക് തോന്നുന്നത് പാലക്കാട് പോലീസ് സൂപ്രണ്ട് അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ പോലീസ് ഉദ്യോഗസ്ഥരോട് വളരെ വളരെ കാര്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ചെന്താമരയാണ് കാണുന്നത്. ഇതിനകം 3 പേരെ അവിടെ കൊലപ്പെടുത്തി, മറ്റ് 2 പേരെ കൂടി കൊല്ലാൻ പ്ലാനിട്ടു. ഇങ്ങനെയുള്ള എന്നിട്ട് ഈ കഴിഞ്ഞ ദിവസം അവിടെ കാട്ടിനുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അന്വേഷണം നടക്കുന്നത്, തെരച്ചിൽ നടക്കുന്നത്, ഡ്രോൺ ഉപയോഗിക്കുന്നത് എല്ലാം ചെന്താമര കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവിടെ പതുങ്ങിയിരിക്കുകയായിരുന്നു. അവസാനം വിശപ്പ് സഹിക്കാൻ വയ്യാതെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുമ്പോഴാണ് പോലീസിന്റെ പിടിയിലായത്. ചെന്താമരയുടെ സഹോദരൻ പോലീസിനോട് പറയുകയും ചെയ്തിരുന്നു, വിശപ്പ് വന്നു കഴിഞ്ഞാൽ അവൻ പുറത്തേക്ക് ഇറങ്ങും എന്ന് പറഞ്ഞു. അതിന് പിന്നാലെയാണ് പോലീസ് അത് മനസ്സിലാക്കി ഈ വീടിന്റെ പരിസരത്തൊക്കെ പോലീസുകാർ നിൽക്കുകയും അങ്ങനെയാണ് ഇയാളെ പിടികൂടുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ നേരത്തെ ഗൂഗിൾ പറഞ്ഞ പോലെ ഇയാൾ സംസാരിക്കുന്നുണ്ട്, പക്ഷെ അത് പോലീസിനെ കുഴപ്പിക്കുന്ന ഉത്തരങ്ങളാണോ മാറ്റി മാറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്ന് വ്യക്തമല്ല. എന്തായാലും നിലവിൽ ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്. അത് ഏത് വിധത്തിലാണ് പോലീസിനെ സഹായിക്കുന്നതാണോ പോലീസിനെ കൂടുതൽ കുഴപ്പിക്കുന്നതാണോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്നറിയാം. അല്ല, ഈ ചെന്താമര പിടികൂടി ഇയാളെ ഈ രീതിയിൽ വഴിതെറ്റിക്കുകയും അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കുകയൊക്കെ ചെയ്ത ആ ദുർമന്ത്രവാദി എന്ന് പറയുന്ന ആൾ എവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. അതും കൂടെ സത്യത്തിൽ ഇതിന്റെ ഒപ്പം അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. ഏത് രീതിയിലാണ് ഈ ചെന്താമര എന്ന് പറയുന്ന മനുഷ്യന്റെ തലയിലേക്ക് ഈ വിഷം കയറ്റി വെച്ച് കൊടുത്തത് എന്നുള്ളത് ആ ഒരു വ്യക്തിയെ കൂടി ഈ സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരേണ്ടത്. നീളമുള്ള മുടിയുള്ള സ്ത്രീയാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നൊക്കെ പറഞ്ഞ് അതിൽ പാവം ഒരു സ്ത്രീയുടെ ജീവൻ എടുപ്പിക്കുന്നതിലേക്ക്, പിന്നീട് ആ കുടുംബത്തിനെ മുഴുവൻ തന്നെ ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക്, ഒടുവിൽ അയാളുടെ കുടുംബത്തെ തന്നെ കൊല്ലാൻ പ്ലാൻ ചെയ്യുന്ന നാട്ടുകാർ മൊത്തം ഭയപ്പാടിൽ കഴിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക. ഇപ്പോൾ അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുന്നുണ്ട്. ചെന്താമര അവിടെ ആലത്തൂർ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്, DYSP ഓഫീസിലാണുള്ളത്. പോലീസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിൽ കാണാം. അവിടെ അവർക്ക് മുന്നിൽ കാര്യങ്ങൾ നടന്നതിനെ കുറിച്ചെല്ലാം വിശദമായി പറയുന്നുണ്ടാവും. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ശരിയായ കാര്യങ്ങളാണോ പറയുന്നത്, പോലീസിനെ വഴിതെറ്റിക്കാനുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അത് പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിൽ കിട്ടുമ്പോഴേക്കും അവർക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായി വിശകലനം ചെയ്ത് കാര്യങ്ങൾ കണ്ടെത്തുകയും കൂടുതൽ ചോദ്യം ചെയ്ത് വിവരങ്ങൾ എടുക്കാൻ കഴിയും. ഗൂഗിൾ ചോദ്യം ചെയ്യലിന്റെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പാലക്കാട് SP സ്ഥലത്തുണ്ട്. അതായത് വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം കോടതിയിലേക്ക് കൊണ്ടുപോകാൻ ഇതുവരെ പോലീസിന് തൃപ്തികരമായ നിലയിൽ തന്നെയാണോ ഇയാൾ ഉത്തരങ്ങൾ പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ പ്രതികരിച്ചിട്ടുള്ളത്? അങ്ങനെ ഉറപ്പിക്കുന്നുണ്ടോ പോലീസ്? ദിവിഷ്, ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ പാലക്കാട് SP മാധ്യമങ്ങളെ കാണും. അദ്ദേഹം ഈ വിവരങ്ങൾ, അതായത് ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി, ഇയാളിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഉടൻ തന്നെ അദ്ദേഹം ആ മാധ്യമങ്ങളെ കാണുകയും ഈ കാര്യങ്ങൾ ബ്രീഫ് ചെയ്യുക. അദ്ദേഹം കൂടി ഈ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് കുറച്ച് സമയമായി ഇവിടെ ഇയാളെ ചെന്താമരയെ ചോദ്യം ചെയ്യുന്നത്. ആ ചോദ്യം ചെയ്യലിലെ വിവരങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. അല്പസമയത്തിനുള്ളിൽ പ്രസ് മീറ്റ് ആരംഭിക്കും. സ്വാഭാവികമായും ദിവിഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ പലതരത്തിലുള്ള കാര്യങ്ങൾ ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ ഇയാൾ മാറ്റി പറയുന്നുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിഷക്കുപ്പി. ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് താൻ വിഷം കഴിച്ചു എന്നുള്ളതാണ്, തനിക്കത് ഏറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല, വൈദ്യപരിശോധനയിൽ ഇത്തരത്തിൽ വിഷത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ല.